ഓക്കെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലാസ്റ്റ് എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു സിയുടെ എപ്പിസോഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ആയിട്ട് എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെഡർ ഫയൽ പറഞ്ഞ ടോപ്പിക്സ്. ഹെഡർ ഫയൽ അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ എന്നും ഞാൻ ഫസ്റ്റ് ടോപ്പിക്സ് തുടങ്ങുമ്പോൾ പറയും, ഇവിടെ നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് നോക്കണ്ടെന്ന് പറയും അല്ലേ. നിങ്ങൾ ജസ്റ്റ് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ ഒരു കേർലി ബ്രാക്കറ്റ് വരെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ പുറമേക്കൊക്കെ നോക്കി നോക്കാം. ആക്ഷനിലൂടെ std.h എന്താന്നൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു സിയുടെ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വരെ എടുത്ത ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തൊക്കെയാണ്, ഡാറ്റ ടൈപ്സ്, ജസ്റ്റ് ഇൻറ്റു ഫ്ലോട്ട് പറഞ്ഞു, ക്യാരക്ടർ പറഞ്ഞിട്ടില്ല, ക്യാരക്ടർ എന്ന് പറയാം. ഓക്കെ, ഇൻറ്റു ഫ്ലോട്ട് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇഫ് എൽസ് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പിന്നെ ഓപ്പറേറ്റർ, ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ഓക്കെ, അങ്ങനത്തെ പോർഷൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ജിപിടി നോക്കി എടുത്താൽ മതി. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ പ്ലസ് മൈനസ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡൽസ്, അങ്ങനത്തെ ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ രീതിയിൽ ഒന്ന് റിസർച്ച് ചെയ്തെടുത്താൽ മതി. പിന്നെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ലൂപ്പ്, വയൽ, ഡു വയൽ നമ്മൾ കവർ ചെയ്തു. പിന്നെ അറേ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഫംഗ്ഷൻസ്, ആർഗ്യുമെന്റ് എന്താ, പാരാമീറ്റർ എന്താ, ഓക്കെ, റിട്ടേൺ വാല്യൂ എന്താ, ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ മൾട്ടി ഡയമെൻഷൻ അറേ നമ്മൾ കവർ ചെയ്തു. ഇതിൽ നമ്മൾ ഇത്ര എടുത്ത ടോപ്പിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അറയുടെ ടോപ്പിക്സ്, അറയും ഫോർ ലൂപ്പിന്റെ ടോപ്പിക്സും. അതിൽ അറയിൽ നിങ്ങൾ ഏത് ടോപ്പിക്സ് നോക്കേണ്ടത് വെച്ചാൽ ഒരു അറേ ഇടാം. ഒരു അറയിൽ കുറച്ച് നമ്പേഴ്സ് ഇടാം. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നമ്പേഴ്സ് വേണമെങ്കിൽ ഇടാം. ആ അറേനെ നിങ്ങൾ സോർട്ട് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ, ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ അറയിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറിനെ പിക്ക് ചെയ്യുക, പിന്നെ സ്മോളസ്റ്റ് നമ്പറെ പിക്ക് ചെയ്യുക, സെക്കൻഡ് ലാർജസ്റ്റ് നമ്പറെ പിക്ക് ചെയ്യുക, സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പറെ പിക്ക് ചെയ്യുക. ഇങ്ങനത്തെ ടോപ്പിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. ഞാനത് ജസ്റ്റ് സോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറയിൽ നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ അടിയിൽ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് സ്റ്റക്ക് ആവുന്നത് വെച്ചാൽ. നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനത്തെ കമ്പലർ ഒന്നും യൂസ് ചെയ്യാതെ, നിങ്ങൾ കോഡ് എഡിറ്റിംഗ് പ്ലാറ്റ്ഫോം ഒന്നും യൂസ് ചെയ്യാതെ ജസ്റ്റ് പേപ്പറിൽ എഴുതിയിട്ട് നോക്കുക. നിങ്ങൾക്ക് ആ ലോജിക്ക് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. അതിനുശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിലേക്ക് വരേണ്ടത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആ ഒരു ലോജിക്ക്, എങ്ങനെയാണ് ആ കോഡിങ് വരണത്, എങ്ങനെയാണ് കോഡിങ് വർക്ക് ആവുന്നതാണ് ഫസ്റ്റ് അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് അറേ പ്രോബ്ലംസും പിന്നെ ഫോർ ലൂപ്പിൽ ആ പാറ്റേൺ പ്രിന്റിംഗ് ഒക്കെ നമ്മൾ നോക്കുന്നത് ഫോർ ലൂപ്പിന്റെ ആ ഒരു വർക്കിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഓക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ലോജിക്കൽ ടോപ്പിക്സ് നമുക്ക് ഓക്കെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോർ ലൂപ്പും അറേ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസും കൂടുതൽ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഫങ്ഷൻസ്. ഓക്കെ, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ, നമ്മൾ ഈ ഫങ്ഷൻസ് എന്തിനാ യൂസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് എന്തിനാ യൂസ് ചെയ്യുന്ന നമുക്ക് പറഞ്ഞായിരുന്നു. നമുക്ക് ഈ ഒരു ഹെഡർ ഫയൽ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്സ് ഞാൻ ഒന്നുകൂടി പറയാം. ഈ ആക്ഷനിലൂടെ std.h ഒക്കെ ഞാൻ പറയുമ്പോൾ ഒന്നുകൂടി ഫങ്ഷൻസിന്റെ കാര്യം ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു പെർട്ടിക്കുലർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുമ്പോൾ, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കോഡ് റീയൂസബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഡ് റീയൂസബിൾ ചെയ്യുമ്പോൾ ഫങ്ഷൻസ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ പിന്നെ നമ്മളൊരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പെർട്ടിക്കുലർ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. നമ്മൾ ക്ലോത്ത് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യും. അയൺ ചെയ്യാൻ വേണ്ടി അയൺ ബോക്സ് യൂസ് ചെയ്യും. ഓരോന്നിനും അതിൻ്റെതായ പർപ്പസുള്ള ഡിവൈസ് ഉണ്ട്. അതേപോലെ തന്നെ കോഡിലും ഓരോ ലോജിക്കും ഓരോരോ ഫംഗ്ഷനുകൾ എഴുതുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലോജിക്കിനെ ഒരു ഫംഗ്ഷനുള്ളാക്കി, ഒരു ബ്ലോക്കിനുള്ളാക്കി എഴുതുക. ആ ബ്ലോക്കിനെ പറയുന്ന പേരാണിത് ഫംഗ്ഷൻ. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഒരു 3 നമ്പറിനെ കൂടിയിട്ട് എന്ത് ചെയ്യണം, ആവറേജ് കാണാം. ആ ഒരു 3 നമ്പറിന്റെ ആവറേജ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനിൽ എഴുതും. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു 3 നമ്പറിന്റെ സമ്മ് കാണണം, അത് ഞാൻ വേറൊരു ഫംഗ്ഷൻ എഴുതും. അപ്പോൾ ഓരോ, നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറയുന്ന കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു ലോജിക്ക് മൊത്തം എഴുതിയ ഇതിലാണ് നമ്മൾ ആ ഫംഗ്ഷനിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ഒരു 3 നമ്പർ എഴുതുമ്പോൾ വീണ്ടും ആ ലോജിക്ക് എഴുതണ്ട, ആ ഫംഗ്ഷന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ വീണ്ടും എനിക്ക് എന്ത് ചെയ്യണം, 3 നമ്പർ കൊടുത്തിട്ട് ആവറേജ് കാണുമ്പോൾ വീണ്ടും അതിന്റെ ഇക്വേഷൻ എഴുതണ്ട. അതിന്റെ ഇക്വേഷൻ ഓൾറെഡി എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫംഗ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ട് ആ ഒരു വാല്യൂസ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ ആവറേജിന്റെ വാല്യൂസ് കിട്ടും. ഇത്ര ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹെഡർ ഫയലിന്റെ കേസിലും അതേ സെയിം കാര്യം തന്നെയാണ്. എന്താണ്, ഫംഗ്ഷൻ തന്നെയാണ്. ഓക്കെ, ഇതിൽ ഈ ഒരു ആഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ
പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ആഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് എന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു stdio.h എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫയലാണ്. അതിൽ ഈ .h എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹെഡർ ഫയലാണ്. .h എന്ന് പറഞ്ഞ ഒരു ഹെഡർ ഫയലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ടോപ്പിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്സ് വർക്ക് ചെയ്യണത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത് അറിയണേക്ക് മുന്നേ ഞാൻ എന്ത് ചെയ്യാം, ഒന്നുകൂടി ഫംഗ്ഷന്റെ പോർഷൻസ് ഞാൻ ഒന്നുകൂടി എഴുതാം. ഞാൻ ആദ്യം ഒരു ഫംഗ്ഷൻ എഴുതി. നിങ്ങൾക്ക് എല്ലാവർക്കും ഫംഗ്ഷൻ എഴുതാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റത്തെ ക്ലാസ് നിങ്ങൾക്ക് ഫംഗ്ഷൻസിന്റെ ടോപ്പിക്സ് അറിയില്ലെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷന്റെ എപ്പിസോഡ് ഒന്ന് കാണാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ടോപ്പിക്സിലേക്ക് വരിക. ഫംഗ്ഷൻസ് ഞാൻ ഇവിടെ മുകളിൽ വന്നിട്ട് എഴുതി വോയിഡ്. ഇവിടെ വോയിഡ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, റിട്ടേൺ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, ഇവിടെ വോയിഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇഷ്ടമുള്ളൊരു പേര് കൊടുത്താൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന്റെ പേര് കൊടുത്തു. ജസ്റ്റ് എന്ത് ചെയ്തു, അതിനുള്ളിൽ ഞാൻ printf-ല് എന്ത് കൊടുക്കാം, ഫംഗ്ഷൻ കോളിംഗ് എന്നോ വാട്ടെവർ, ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. ഞാൻ ഇവിടെ ഈ ഫംഗ്ഷനെ, ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഫംഗ്ഷനെ കോൾ ചെയ്യണ്ടേ, ആ ഫംഗ്ഷനെ കോൾ, ഇതാണ് ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. റൺ കൊടുത്തു, കണ്ടില്ലേ, ഫംഗ്ഷൻ കോളിംഗ്. ഓക്കെ, കണ്ടില്ലേ ഈ ഒരു ഫംഗ്ഷൻ കോളിംഗ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷൻ ഇതിന്റെ ഉള്ളത്തെ കോഡ്, ഈ ഒരു കേർലി ബ്രാക്കറ്റ് തൊട്ട് ഈ ഒരു കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളത്തെ കോഡ് നിങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം മതി, ജസ്റ്റ് ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഫംഗ്ഷനെ കോൾ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു വാല്യൂസ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ഒരു ഫംഗ്ഷൻ. ഇതിൽ ആർഗ്യുമെന്റ് പാരാമീറ്റർ ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ഫംഗ്ഷൻ കോളിംഗ്, ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, ഇത് കണ്ടില്ലേ. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഫംഗ്ഷൻ കോളിംഗിന്റെ സിന്റാക്സ് കണ്ടില്ലേ, ഒരു ഡിസ്പ്ലേ ഇട്ട് ഒരു ബ്രാക്കറ്റ് ഓൺ ആക്കി ക്ലോസ് ചെയ്തു. അതേപോലെ തന്നെ നോക്കി നോക്കൂ, ജസ്റ്റ് ഒരു പ്രിന്റ്എഫ് നോക്കി നോക്കൂ, അതേ സിന്റാക്സ് അല്ലേ, നോക്കി നോക്കൂ. അപ്പൊ ഇതും ആക്ച്വലി എന്താണ്, ഇതും ആക്ച്വലി ഒരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. പ്രിന്റ്എഫിന്റെ പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഇതും എന്താണ്, ഒരു ഫംഗ്ഷൻ കോളിംഗ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ കോളിംഗിന്റെ ഡെഫിനിഷൻ നമ്മൾ എവിടെ എഴുതി വെക്കണം, ഈ ഒരു പ്രിന്റ്എഫിന്റെ ഫംഗ്ഷൻ കോളിംഗ് നമ്മൾ മുകളിൽ എഴുതി വെക്കണം, വേണ്ടേ. അപ്പൊ നമ്മൾ ഡിസ്പ്ലേനെ എഴുതി വെച്ചപ്പോൾ ഈ പ്രിന്റ്എഫിന്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ മുകളിൽ എഴുതി വെക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു പോർഷൻസ് എഴുതി വെച്ചിട്ടില്ല. അതാണ് എന്ത്, നമ്മൾ ഈ stdio.h എഴുതി വെച്ചിരുന്നത്. എന്ന് വെച്ചാൽ പ്രിന്റ്എഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, പ്രീ ഡിഫൈൻ മെത്തേഡാ. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ ആര് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, സി പ്രോഗ്രാമിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഏത് പ്രിന്റ്എഫിന്റെ ഫംഗ്ഷൻ കോളിംഗ് ഒക്കെ, അതൊക്കെ ഏതിൽ എഴുതി വെച്ചിരിക്കുന്നത്, ഈ ഒരു stdio-ലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ stdio എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ് എന്നത് ഈ stdio-യുടെ ഫുൾ ഫോം. എന്ന് വെച്ചാൽ ഇൻപുട്ട് ആയിട്ടും ഔട്ട്പുട്ട് ആയിട്ടും പ്രിന്റ്എഫ് എന്താ തരിക, നമുക്ക് ഔട്ട്പുട്ട് അല്ലേ തരിക. ഓക്കെ, അപ്പോൾ ഈ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലാണ്. അപ്പൊ ഈ പ്രിന്റ്എഫ് എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡിനെ ഇവിടെ കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ആഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, പ്രിന്റ്എഫ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷൻ കോളിംഗ് എന്ന് വെച്ചാൽ മെത്തേഡിനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഈ ഒരു ഹെഡർ ഫയൽ ഇല്ലാത്ത പക്ഷം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിന്റ്എഫ് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ പ്രിന്റ്എഫ് എന്ന് പറഞ്ഞാൽ ഇത് പ്രീ ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഇതിന്റെ ഫംഗ്ഷൻ ആര് എഴുതി വെച്ചിട്ടുണ്ട്, സി ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടേക്ക് എടുക്കണ്ടേ, അത് എടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും ആഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു പ്രീ പ്രോസസർ ഡയറക്റ്റീവ്. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഈ stdio.h എന്ന് പറഞ്ഞ ഫയലിനെ നമുക്ക് ഇവിടെ മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് എടുക്കണ്ടേ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആഷ് ഇൻക്ലൂഡ്. അതിൽ stdio.h എന്ന് പറഞ്ഞ ഫയലിനുള്ള എന്ത് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക, ഈ പ്രിന്റ്എഫിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ പ്രിന്റ്എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ stdio.h എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡർ ഫയൽ ഇവിടെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ stdio.h എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ആ ഒരു പ്രിന്റ്എഫ് വർക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻസ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, stdio.h എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ സ്കാൻഎഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി. ഓക്കെ, സ്കാൻഎഫും പ്രിന്റ്എഫും ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ആഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇവിടെ യൂസ് ചെയ്യണം. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആഷ് ഇൻക്ലൂഡ് stdio.h യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഫംഗ്ഷന്റെ കാര്യം നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും, ഇന്ത്യൻ മെയിൻ, അതുകൊണ്ടാണ് ഇവിടെ റിട്ടേൺ 0 കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. ഓക്കെ, റിട്ടേൺ കൊടുക്കണം കൊണ്ടാണ് ഇവിടെ ഇന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 0 ഇന്റിജർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇന്റിജർ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തെന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വന്നിട്ട് ഇനി നമുക്ക് സ്ട്രിങ്ങിന്റെ ടോപ്പിക്സ് പറയാം. എന്താണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്സ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോർഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടിയിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ 2 ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻറ്റിജർ, നെക്സ്റ്റ് ഒന്ന് ഫ്ലോട്ട് എന്ന് പറഞ്ഞ പോർഷൻസ്. ഓക്കെ, ഒന്ന് ഇൻറ്റിജർ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് പഠിച്ചു. പക്ഷെ നമ്മൾ ഇതിലൊക്കെ നമ്മൾ നമ്പേഴ്സ് അല്ലേ കൊടുത്താറേ.
ഓക്കെ, നമുക്കിനി ലെറ്ററും അതേപോലെ തന്നെ ഹലോ ഹായ് നമുക്ക് കുറേ വേർഡും ലെറ്ററും ഒക്കെ കൊടുക്കണം വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഡാറ്റ ടൈപ്സ്. ഓക്കെ, ക്യാരക്ടർ CHAR ക്യാരക്ടർ എ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. നമ്മളൊരു ലെറ്റർ ആണ്. ഇപ്പോൾ ഞാൻ ക്യാരക്ടർ എ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്തു? ഞാനിവിടെ പ്രിന്റ്എഫിൽ വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യണ പോലെ പ്രിന്റ്എഫിൽ വന്നിട്ട് ഞാൻ യൂസർ അടുത്ത് പറയുകയാണ് എൻ്റർ എ ലെറ്റർ. ഒരു ലെറ്റർ എൻ്റർ ചെയ്യാൻ പറയാം. അപ്പോൾ യൂസർ ഒരു ലെറ്റർ എൻ്റർ ചെയ്യും. ആ ലെറ്ററിനെ ഞാൻ എ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തെടുക്കും. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുക സ്കാൻഎഫ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ സ്കാൻഎഫും പ്രിന്റ്എഫും സ്കാൻഎഫും യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ആഷിലൂടെ stdio.c എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ മസ്റ്റ് ആണ്. ഇത് ചെയ്താൽ മാത്രമേ പ്രിന്റ്എഫും സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒരു മെത്തേഡ് നമുക്കിവിടെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? ഞാനിവിടെ ജസ്റ്റ് വന്നിട്ട് എന്ത് കൊടുത്തു? ഞാനിവിടെ %C ഞാൻ എന്ത് കൊടുത്തു? ആംപർസൻഡ് എ എന്ന് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് കൊടുത്തു? പ്രിന്റ്എഫിൽ യു എൻ്റർഡ് ദ നമ്പർ യു എൻ്റർഡ് ദ നമ്പർ ഈസ് യു എൻ്റർഡ് ദ ലെറ്റർ ഈസ് ക്യാരക്ടർ അല്ലേ, %C ആണ് വരിക കേട്ടോ. ഇവിടെ ജസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ ആ ഒരു എനൊന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഒരു സ്ലാഷ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു സ്ലാഷ് എന്തിനാണ്? നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് സ്ലാഷ് ഇടുന്നത്. റൺ ചെയ്തപ്പോൾ ഒരു എറർ സെമിക്കോളൻ നമ്മൾ ലാസ്റ്റ് ഇട്ടില്ല. ഓക്കെ, ഒന്നുകൂടെ റൺ ചെയ്തു. എൻ്റർ എ ലെറ്റർ ഞാൻ എൽ എന്ന് കൊടുത്തു. കണ്ടില്ലേ? യു എൻ്റർഡ് ദ ലെറ്റർ ഈസ് എൽ. ഒന്നുകൂടി കൊടുക്കാം. എൻ്റർ എ ലെറ്റർ ജി. കണ്ടില്ലേ? യു എൻ്റർഡ് ദ ലെറ്റർ ജി. ഞാൻ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ചെയ്യാം. SRE. കണ്ടില്ലേ? എസ് മാത്രമേ വന്നുള്ളൂ. കാരണം ഇവിടെ ഒരു ലെറ്റർ നമ്മൾ കൊടുക്കും, കാരണം ക്യാരക്ടർ ആണ്. ഓക്കെ, ഇവിടെ എന്താ ആക്ച്വലി വെച്ചാൽ ഞാനൊരു ലെറ്റർ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കൂടെ കൊടുത്തു, ഒരു ലെറ്ററിനെ. എന്നിട്ട് ഞാൻ പറയുകയാണ് എൻ്റർ എ ലെറ്റർ. ഇവിടെ വന്നു എൻ്റർ ലെറ്റർ. അപ്പോൾ ഒരു ലെറ്റർ അടിക്കാൻ പറയാം. അപ്പോൾ എന്ത് ചെയ്യും? യൂസർ ഒരു ലെറ്റർ അടിക്കും. അപ്പോൾ എസ് അടിച്ചെങ്കിൽ ചെയ്യും ആ എസിനെ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വയ്ക്കും. അതിനെ ഞാനിവിടെ പ്രിന്റ് ചെയ്തു. അപ്പോൾ നിങ്ങളോട് വിചാരിക്കും, ഒന്നിൽ കൂടുതൽ ലെറ്ററിനെ നമ്മൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ട്രിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും സ്ട്രിങ്. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് എൻ അറേ ഓഫ് ക്യാരക്ടർ ഈ സ്ട്രിങ് നോക്കാം. അങ്ങനെ അറേ ഓഫ് ക്യാരക്ടർ ഈ സ്ട്രിങ് മേ ബി അങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാം. അറേ ഓഫ് ക്യാരക്ടർ സ്ട്രിങ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ ഒരു കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ഹലോ എന്നോ അല്ലെങ്കിൽ ഒരു വേർഡിനെ ആണെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അറയുടെ സെയിം കേസാണ് ഇവിടെ വരിക. അറ എന്തിനാണ്? മൾട്ടിപ്പിൾ ഡാറ്റാസിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ അറേ യൂസ് ചെയ്യും. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ നമുക്ക് സ്ട്രിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ എ എന്ന് പറഞ്ഞു. എ ഓഫ് ഒരു ലിമിറ്റ് ഇട്ടെടുത്തു. അറയുടെ സെയിം കണ്ടീഷൻ തന്നെ. ഇത് ഞാനൊരു മിനിമം ഒരു വാല്യൂ ഇട്ടെടുത്തു 100. എന്ന് വെച്ചാൽ 100 ലെറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്കൊരു 100 ഇല്ല 99 ലെറ്റേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തെ ഒരു നള്ളായിട്ട് പോവും. ജസ്റ്റ് അത്ര ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾക്കിപ്പോൾ ഒരു 99 ക്യാരക്ടറാണ് വേണ്ടിച്ചാൽ 100 എന്നിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഒരു 300 ക്യാരക്ടർ ആണെങ്കിൽ 300 എന്നിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ മാത്രം ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ എ ഓഫ് 100 എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 99 ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ അതിൽ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു നമ്പർ അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 100 200 300 വാട്ടോ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്ത് ചെയ്തു? ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റർ എ വേർഡ് എന്ന് കൊടുത്തു. എൻ്റർ എ വേർഡ്, എന്തെങ്കിലും ഒരു വേർഡോ സെന്റൻസോ ടൈപ്പ് ചെയ്യാൻ പറയും. എൻ്റർ എ വേർഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് സ്കാൻഎഫിൽ നമ്മൾ എന്ത് ചെയ്യാം? സ്ട്രിങ് ആണ്. സ്ട്രിങ് ആകുമ്പോൾ കണ്ടില്ലേ, ഒരുപാട് വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ C അല്ല വരിക, പകരം S ആണ് വരിക. ഓക്കെ അല്ലേ? സ്ട്രിങ് ആയ കാരണം %S ആണ് വരിക. പിന്നെ സ്ട്രിങ്ങിന് എന്ത് വേണ്ട? ആംപർസൻഡ് വേണ്ട. സ്ട്രിങ്ങിന് എന്ത് വേണ്ട? ആംപർസൻഡ് സ്ട്രിങ്ങിന് വേണ്ട. അതിനുശേഷം എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂയിലേക്ക് കൊടുത്തു. പിന്നെ നമുക്ക് പ്രിന്റ്എഫിൽ എന്ത് ചെയ്തു? എൻ്റർ ദ വേർഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് വേർഡ് ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? %S ആ ഒരു ഹേനെ പ്രിന്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഞാനൊന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റർ എ വേർഡ് ഞാൻ ഫിച്ചൂറ ലാബ് എന്ന് കൊടുത്തു. ഫിച്ചൂറ ലാബ് എൻ്റർ ചെയ്യുന്ന യു എൻ്റർ ദ വേർഡ് ഈസ് ഫിച്ചൂറ ലാബ്. ഈ കോഡ് എങ്ങനെ വർക്ക് ആവാം? സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറേ ഓഫ് ക്യാരക്ടേഴ്സ്, അതിനെ പറയുന്ന പേരാണ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. പ്രിന്റ്എഫിൽ എൻ്റർ എ വേർഡ് എന്ന് ചോദിച്ചു. വേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്തു? നമ്മളൊരു വേർഡ് കൊടുത്തു. അതെന്ത് ചെയ്യും? ഈ എ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ആയി. പിന്നെ എന്ത് ചെയ്യും? പ്രിന്റ്എഫിൽ യു എൻ്റർ ദ വേർഡ് ഈസ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഫിച്ചർ ലാബ് വന്നു. അപ്പോൾ
ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിംഗിൾ ലെറ്റേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ക്യാരക്ടർ. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അറേ ഓഫ് ക്യാരക്ടേഴ്സിനെ പറയുന്ന പേരാണ് സ്ട്രിങ്. ഇനി നമുക്ക് ഒന്നുകൂടിയും പറയാം, ഈ ഒരു ഹെഡർ ഫയലിന്റെ കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ ഒരു പോർഷൻ കൂടിയും പറയാം. എനിക്കിപ്പോൾ ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം, സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി പ്രോഗ്രാമിംഗ് തന്നെ ഇതിന്റെ കോഡ് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള കോഡ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിനെ കോൾ ചെയ്താൽ മതി. നമ്മൾ ഫംഗ്ഷൻസിന്റെ കാര്യം മുന്നേ പറഞ്ഞു, പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ പ്രിന്റ്എഫും സ്കാൻഎഫ് ഒക്കെ പോലെ തന്നെ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ നമ്മൾ കൊടുത്ത ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി strlen എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, കണ്ടില്ലേ? strlen, ജസ്റ്റ് strlen. ഓക്കെ, ഇതാണ് മെത്തേഡാണ്, കണ്ടില്ലേ? ഈ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ കോൾ ചെയ്തു. ഇതിന്റെ ഡെഫിനിഷൻ ആര് എഴുതി വെച്ചിട്ടുണ്ട്? സിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, അതിന്റെ ഹെഡർ ഫയൽ മുകളിൽ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പോൾ ആ ഒരു strlen എന്ന് പറഞ്ഞ സ്ട്രിംഗ് മെത്തേഡ് നമുക്ക് ഇവിടെ എഴുതണമെങ്കിൽ അതിന് മുകളിൽ അതിന്റെ ഹെഡർ ഫയൽ കൊടുക്കണം. #include എന്ത് കൊടുക്കുക, string.h. ഓക്കെ, എന്ത് ചെയ്യാം, #include. ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ, ഇവിടെ ഈ ഒരു പ്രീഡിഫൈൻ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഫംഗ്ഷൻ ഡിഫിനിഷനുള്ള ആ ഒരു ഹെഡർ ഫയൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. പ്രിന്റ്എഫും സ്കാൻഎഫും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, stdio.h വേണം. ഈ strlen എന്ന് പറഞ്ഞ പ്രീഡിഫൈൻ മെത്തേഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, string.h വേണം. എന്ത് ചെയ്തു, ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഞാൻ a എന്ന് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ വാല്യൂസിന് ഒരു വേരിയബിളിലേക്ക് എടുക്കണ്ടേ. ലെങ്ത് എന്ന് പറഞ്ഞ എന്താണ്, ഒരു ടോട്ടൽ നമ്പറാ വരിക. നമ്പറിന്റെ ഡാറ്റ ടൈപ്പ് എന്താ, ഇന്റിജറാ വരിക. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് ഇവിടെ വന്നിട്ട് int b എന്ന് കൊടുത്തു, അല്ലെങ്കിൽ int ഒരു വേരിയബിൾ കൊടുക്കാം, ലെങ്ത്. നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് റൂൾസ് അറിയാമെന്ന് വിചാരിക്കുന്നു. സ്പേസ് ഇട്ട് കൊടുക്കരുത്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സ്പേസ് ഇട്ട് കൊടുക്കരുത്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യരുത്, പിന്നെ ഫസ്റ്റ് നമ്പർ യൂസ് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ ലെങ്ത് 1 ലെങ്ത് 2 എന്ന് കൊടുക്കാം, അല്ലാതെ 1 ലെങ്ത് 2 ലെങ്ത് അങ്ങനെ ഒന്നും കൊടുക്കരുത്. ഓക്കെ, പിന്നെ ക്യാമൽ കേസ് കേസ് സെൻസിറ്റീവ് ആണ്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ലെങ്ത് കൊടുത്താലും സ്മോൾ ലെറ്റർ ലെങ്ത് കൊടുത്താലും രണ്ടും രണ്ട് വേരിയബിൾ ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് വേരിയബിളിന്റെ പേര് ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഹലോ, ഹായ് എന്ന് വാട്ടർ ഏത് പേരെങ്കിലും പേര് കൊടുക്കാം. പക്ഷെ അങ്ങനെ പേര് കൊടുത്ത് ശീലിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച വേരിയബിളിന്റെ പേര് തന്നെ കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു പ്രൊജക്ട് ചെയ്തിട്ട് നാളെ നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ വേരിയബിളിന്റെ പേര് നിങ്ങൾ ചിലപ്പോൾ XYZ ABC എന്നൊക്കെയും കൊടുത്തിട്ടുണ്ടായിരിക്കാം. അത് വരുന്ന ഡെവലപ്പേഴ്സിന് എന്ത് ചെയ്യണമെന്നില്ല, അറിയണമെന്നില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ വേരിയബിളിന്റെ പേരും ഫംഗ്ഷൻസിന്റെ പേരൊക്കെ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. എന്ത് ചെയ്തു, ഈ strlen അതിനുള്ള എന്ത് ചെയ്തു, ഈ a എന്ന് പറഞ്ഞ ഇതിന്റെ ലെങ്ത്തിനെ ഞാൻ എന്ത് ചെയ്തു, ഈ ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് വെച്ചു, length. ഓക്കെ, ഇനി എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, printf ജസ്റ്റ് ഇവിടെ വന്നിട്ട് printf ഞാൻ യു entered the length of length, length of the word is, നമുക്ക് എന്ത് ചെയ്യാം, %d ഞാൻ എന്ത് കൊടുത്തു, ഞാൻ ഇവിടെ വന്നിട്ട് ആ ഒരു ലെങ്ത്തിനെ ഞാൻ എടുക്കേണ്ടി ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ വേർഡ് ഞാൻ ഇവിടെ നിതീഷ് എന്ന് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, യു entered the word is നിതീഷ്, ലെങ്ത് ഓഫ് ദ വേർഡ് ഈസ് 8. ക്ലിയർ? ഈ ഒരു ടോപ്പിക്സ് ഞാൻ ഒന്നുകൂടി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ക്യാരക്ടർ a of 100 കൊടുത്തു. നമുക്കൊരു നിശ്ചിത ക്യാരക്ടേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രിങ് കൊടുത്തു. അതിനുശേഷം ഞാനൊരു രണ്ടാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അത് ഇന്റിജർ ആണ്, ലെങ്ത്. ഓക്കെ, എന്ത് ചെയ്തു, പ്രിന്റ്എഫ് എൻ്റർ എ വേർഡ് എന്ന് കൊടുത്തു. എൻ്റർ എ വേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വേർഡ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം സ്കാൻഎഫിൽ എന്ത് ചെയ്തു, ആ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക്, ഈ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ ടൈപ്പ് ചെയ്ത ഈ നിതീഷ് എന്ന് പറഞ്ഞ വാല്യൂസ് ഈ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ആയി. അതിനുശേഷം strlen എന്ന് പറഞ്ഞ പ്രീഡിഫൈൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഡെഫിനേഷൻ ആരും എഴുതിയിട്ടില്ല, നമ്മൾ എഴുതിയിട്ടില്ല, ഓൾറെഡി അത് ആര് എഴുതി വെച്ചിട്ടുണ്ട്, സി പ്രോഗ്രാമിംഗിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ strlen എന്ന് പറഞ്ഞ ഫംഗ്ഷനോടെ കോളിംഗിൽ എന്ത് ചെയ്യണം, #include string.h എന്ന് പറഞ്ഞ ഈ ഒരു ഹെഡർ ഫയൽ ഇവിടെ യൂസ് ചെയ്യണം. അതിനാണ് ആ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പൊ നമുക്ക് ആ ലെങ്ത്തിന്റെ വാല്യൂ ഞാൻ ചെയ്തു, ഈ ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഞാൻ അസൈൻ ചെയ്ത് വെച്ചു. കാരണം ഈ ലെങ്ത് എപ്പോഴും നമ്പർ ആയിരിക്കും, അതുകൊണ്ടാണ് ഇന്റിജർ ഡാറ്റ ടൈപ്പ്. അപ്പൊ ലെങ്ത് ഉണ്ടായിരിക്കും, എന്തുണ്ടായിരിക്കും, അതിന്റെ ലെങ്ത് ഉണ്ടായിരിക്കും. അതിനുശേഷം printf യു entered the word is എന്ന് പറഞ്ഞിട്ട് ആ സ്ട്രിങ്ങിൽ ഞാൻ എന്ത് കൊടുത്തു, ആ എയിൽ എന്തുണ്ട്, നിതീഷ് ഉണ്ട്, ലെങ്ത് ഓഫ് ദ വേർഡ് ഈസ് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൽ എന്തുണ്ട്, അതിൽ ലെങ്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നമ്മളിപ്പോൾ ഇന്ന് എടുത്തത്. ജസ്റ്റ് എന്താണ്, ആ സ്ട്രിങ്ങും അതേപോലെ തന്നെ ഹെഡർ ഫയലിന്റെ ടോപ്പിക്സും ആണ്. പിന്നെ ഫംഗ്ഷന്റെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഇന്റ് ഇവിടെ വന്നത് ഇവിടെ റിട്ടേൺ കൊടുത്ത കാരണമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് ഒന്ന് പോയി വായിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര ടോപ്പിക്സോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഞാൻ എന്നും പറയണ പോലെ തന്നെ മാക്സിമം നിങ്ങൾ നോക്കുന്നത് ഫോർ ലൂപ്പിന്റെ ടോപ്പിക്സ് ആണ്, അറേയും
അറേ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു അറേയിലെ നിങ്ങൾ മാക്സിമം ഫിൽട്ടർ ചെയ്ത് പഠിക്കുക. അതേപോലെ ഫോർ ലൂപ്പിൻ്റെ ഇതും പഠിക്കുക. പിന്നെ ഫംഗ്ഷൻസിൻ്റെ ആ ഒരു ഇതൊക്കെ പഠിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും പോർഷൻസ് ഒക്കെ കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായകയോ മനസ്സിലാവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസ് നിങ്ങൾ ഈ ഒരു പോർഷനെ ഞാൻ ഒന്നും അങ്ങോട്ട് ഇൻഡെപ്ത് ആയിട്ട് ഇത് പറഞ്ഞിട്ടില്ല, എന്ന് ഭയങ്കര ബേസിക്സ് ലെവലും പറഞ്ഞിട്ടില്ല. ഒരു സാധാരണ രീതിയിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു എപ്പിസോഡ്, സീരീസിന്റെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.